പള്ളി പെരുന്നാളിന് പോവാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നാണ് ഇവിടെ വെടിക്കെട്ട് നടക്കണത്. ഞങ്ങൾ എല്ലാവരും വേഗം അങ്ങാടിയിലേക്ക് പോയി. കാരണം അവിടുന്നാണ് വലിയ ചെണ്ടമുട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ വലിയ പോണേലെ പഠിക്കും പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവലിങ്ങനെ ചെണ്ടമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണം കേട്ടോ. ഓല് പോയി വരാൻ കാത്തിക്കാണ് നമ്മള്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓല അങ്ങോട്ട് പോയിട്ട് ഇനി തിരിച്ചിങ്ങോട്ട് തന്നെ വരിക കേട്ടോ. എന്റെ അമ്മച്ചി ഇങ്ങനെ കാർ നോലി വരുന്നത് നോക്കി നിൽക്കുക. ഓല അവിടുന്ന് ചെണ്ട മുട്ടുമ്പോ ഇവിടെ ഐശുവിന്റെ നല്ല അടിപൊളി ഡാൻസ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ പള്ളിന് മുമ്പുള്ള നസ്രത്ത് യു പി സ്കൂളിലേക്ക് പോവാണ്. കാരണം അവിടുന്നാണ് വെടിക്കെട്ട് നടക്കുന്നത്. പാവ അച്ചു ഒന്നും അറിയാണ്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഓല് പോണേന്റെ സൈഡിൽ കൂടി ഞങ്ങളും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും കണ്ടായിരിക്കും നമ്മൾ ഓലപ്പരുള്ളതാണ്. ഞങ്ങൾ എവിടെ പോകണം അവിടെ ഒക്കെ അച്ചുണ്ടാവും. ഞങ്ങൾ സ്കൂളിന്റെ അവിടെ എത്തിയപ്പോൾ അവിടെ അച്ചു. നമ്മളോൾ അറിയാണ്ട് വീഡിയോ എടുക്കാൻ, പക്ഷെ ഓൾ അതെങ്ങനെയോ കണ്ടുപോയി. അങ്ങനെ സ്കൂളിന്റെ അവിടെ എത്തി ഞങ്ങൾ കണ്ട് നേരെ പോയത് ഈ ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടെ എനിക്ക് പറ്റിയ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് തെണ്ടി തിരിഞ്ഞ് നടന്ന നമ്മളേക്ക് അവിടെ വെടിക്കെട്ട് തുടങ്ങി. ഓല അവിടുന്ന് തീ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ കറക്റ്റ് ബോംബ് വന്ന് വിൽക്കണ വരിണ്ടേ. ഒന്നും കൂടി കണ്ണടിച്ച് തുറക്കുമ്പോഴേക്ക് നമ്മൾ ഇതാണ് കാണുന്നത്. ആദ്യം അതിന്റെ അടുത്തേ നിന്ന് എന്നിട്ട് ഫോൺ മേലൊക്കെ കഴിഞ്ഞ് തീ വെക്കണേ. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് മാറി. കാരണം നമ്മളെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണല്ലോ. സത്യം പറയാലോ ഈ പ്രാവശ്യത്തെ പള്ളി പെരുന്നാൾ അടിപൊളിയായിരുന്നു. എല്ലാരും മുകളോട്ടേക്ക് ഇതിങ്ങനെ പൊട്ടിട നോക്കിക്കേനും. അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ചെണ്ടമുട്ടും ഡാൻസ് കളിയായിരുന്നു. പിന്നെ ഇതാണ് അജുവ. ഓളെ ഈ വീഡിയോയിൽ പ്രത്യേകം പറയാൻ വേണ്ടി ഓള് പറഞ്ഞിട്ട്. അങ്ങനെ അവിടുന്ന് ചെണ്ടമുട്ടുമ്പോ ഇവിടുന്ന് അജുവന്റെ ഐശുവിന്റെ ഡാൻസ് ആണ് കേട്ടോ. പിന്നെ ഐതുനും ഐശുവിനും എവിടെ പോയ സാധനം വാങ്ങാണ്ട് വീട്ടിൽ പോണ പരിപാടി ഇല്ലല്ലോ. അതിനെ കൊണ്ട് ഓൾക്ക് അവിടെ നിന്ന് കോല് വാങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ എന്റെ അമ്മനോ പറഞ്ഞ് എനിക്ക് തിന്നാൻ മാത്രം വാങ്ങി തന്നാ മതി. അങ്ങനെ നമ്മൾ അവിടുന്ന് ജിലേബിയൊക്കെ വാങ്ങി നേരെ വിട്ട് വീട്ടിലേക്ക്. അങ്ങനെ പള്ളി പെരുന്നാളിന്റെ വിശേഷം ഇത്രയൊക്കെ ആയല്ലോ. അപ്പൊ ഓക്കെ ബൈ.